നാട്ടുകാരുമായിട്ട് പോയി സംസാരിച്ച് അന്വേഷിച്ച ആൾക്കാർ പോസ്റ്റ് ഇട്ടപ്പോൾ അയാൾ പറഞ്ഞ പദങ്ങൾ കേൾക്കൂ. ഇത് വെറുതെ അടിച്ചു വിടുകയാണെന്നേ. സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എല്ലാവർക്കും അത് ബാധകമാണ്. നിങ്ങളോട് വിയോജിച്ചാൽ നിങ്ങൾ അയാളെ വർഗീയവാദിയാക്കും, നിങ്ങളോട് വിയോജിച്ചാൽ അയാളെ പെണ്ണുപിടിയാനാക്കും. നിങ്ങളുടെ ശീലമാണ് സാർ അത്. എന്താ ഉറക്കം വരുന്നു. സൈബർ ലിഞ്ചിങ്ങിന് ചാമ്പ്യന്മാർ നിങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കട്ടെ, അത് ശരിയാണെന്നേ. അത് ശരിയോ തെറ്റോക്കെ നമുക്ക് പിന്നീട് ചർച്ച പറയാം. ഇതിപ്പോ ഇതല്ലല്ലോ സംഭവം. നിൽക്കട്ടെ, അത് ശരിയാണെന്നേ. അത് ശരിയോ തെറ്റോക്കെ നമുക്ക് പിന്നീട് ചർച്ച പറയാം. ഇതിപ്പോ ഇതല്ലല്ലോ സംഭവം. എങ്ങനെ ഇരിക്കണം? സൈബർ ലിഞ്ചിങ്ങിന് ചാമ്പ്യന്മാർ നിങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കട്ടെ, അത് ശരിയാണെന്നേ. അത് ശരിയോ തെറ്റോക്കെ നമുക്ക് പിന്നീട് ചർച്ച പറയാം. ഇതിപ്പോ ഇതല്ലല്ലോ സംഭവം. കുറ്റസമ്മതം നടത്തി അല്ലേ? പുറത്താണ് അകത്ത് കിടക്കേണ്ട യദു അന്നേ കൊടുത്ത പരാതിയിൽ പറയുന്നു, അതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ ക്യാമറ ഉണ്ട്, അത് പരിശോധിച്ചാൽ നിജസ്ഥിതി അറിയാമെന്ന് ഈ മെമ്മറി കാർഡ് പോകുന്നതിന് മുമ്പ് യദു പറഞ്ഞു. അപ്പൊ മെമ്മറി കാർഡ് പേടിക്കേണ്ടത് ആരാണ്? യദുവാണോ MLA മേയറും ആണോ പേടിക്കേണ്ടത്? റെജി, അതല്ല ഉദ്ദേശം. പിന്നെ ചൂടാണ്ട് ഇല്ല. റെജി ലൂക്കോസ് ചീമേനിയിലുള്ള നിങ്ങളുടെ ഏതോ സഖാവ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് എനിക്കെതിരെ എഴുതി വിട്ട് നാട്ടിൽ പോയി അന്വേഷണം പറഞ്ഞിട്ട്. നാട്ടിൽ പോയി അവൻ എവിടെ അന്വേഷിച്ച? അതാണ് നിങ്ങളുടെ ഇവന്റെ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. അന്വേഷണ അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ സൈബർ എന്താണ് താടി വളർത്തിയ ഒരു കാപട്ടിക്കാരൻ എടുത്ത് അയാളുടെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കയറ്റി വെച്ചത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നാട്ടിൽ പോകണ്ട, നാട്ടിൽ പോയി അന്വേഷണം, നാട്ടിൽ പോകണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു പോവാതെ. നാട്ടിൽ പോകണ്ട, പോലീസ് ക്രൈം ഒരു കുഴപ്പമില്ല. സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.